ഹലോ മക്കളെ, അപ്പോൾ നമ്മളുടെ കുറേ പേരെങ്കിലും നമ്മുടെ കുട്ടികളെ കുറേ പേരെങ്കിലും കാത്തിരുന്നൊരു കാര്യമാണ് ഇനി പഠിച്ചു കഴിഞ്ഞാൽ നീറ്റ് കിട്ടുമോ. ആൻഡ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മിസ് കുറേ ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവുകളിലൊക്കെ കുറേ ദിവസങ്ങളിലായിട്ടുള്ള ലൈവുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്, ഇനി പഠിച്ചാൽ നീറ്റ് കിട്ടുമോ. അതായത് +1 കഴിഞ്ഞു, ഇനിയിപ്പോൾ +2ലേക്കാണ് പോകാൻ പോകുന്നത്. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടില്ല, +1 നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ +2 നീറ്റിന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ ആദ്യം മിസ്സിന് പറയാനുള്ളത്, യെസ് അതിപ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട അല്ലേ. അപ്പോൾ നമ്മൾക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്നുകിൽ നമുക്ക് +2 നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതായത് +2 ക്ലാസ്സുകൾ കാണുന്നു, NCERT പഠിക്കുന്നു, അതിൻ്റെ കൂടെ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ആൻഡ് സമയം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, +1ൻ്റെ നീറ്റ് കൂടി പഠിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് +2 നീറ്റിന് നിങ്ങൾ പഠിക്കുന്നില്ല, +2 കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചു, പേഴ്സണലി മിസ്സിന് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് വെച്ചു. കുറേ പേരുടെ മെസ്സേജിനൊന്നും മിസ്സിന് റിപ്ലൈ കൊടുക്കാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്, പക്ഷേ എല്ലാവരുടെയും മെസ്സേജ് മിസ് നോക്കുന്നതായിരിക്കും. അപ്പോൾ കുറേ പേര് ചോദിച്ചതിൽ എനിക്ക് തോന്നിയത്, അപ്പോൾ ഞാൻ പറഞ്ഞ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, നമ്മൾ ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ ഓക്കെ, നിങ്ങൾ +2 ഞാൻ പഠിക്കുന്നില്ല, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തോളാം എന്ന് പറയുമ്പം നിങ്ങൾ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ +2 പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് അല്ലേ. അപ്പം നിങ്ങൾ ഒരു വർഷം ഇരുന്ന് പഠിക്കുകയാണ്, നിങ്ങൾ +1 ഒന്നും പഠിച്ചിട്ടില്ല, നീറ്റിന് +2 ഒന്നും പഠിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കുറച്ച് നല്ല കൂടുതലായിരിക്കും, നിങ്ങൾ നല്ല കഷ്ടപ്പെടേണ്ടി വരും. ആൻഡ് നിങ്ങളിപ്പോൾ +2 നീറ്റിന് +1 പഠിച്ചില്ല, പക്ഷേ +2 പഠിക്കുകയാണെങ്കിൽ ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ മക്കളെ +2-നെങ്കിലും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ +2 പഠിച്ചു, ആൻഡ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, നീറ്റിനും പഠിക്കുന്നു. ആൻഡ് നമുക്ക് ഇനിയിപ്പോൾ നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നീറ്റ് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി കോൺസെൻട്രേഷൻ, അതായത് നമ്മൾ പബ്ലിക് എക്സാം +2 കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ നീറ്റ് എക്സാമിന്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, +1 ടോപ്പിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തൂടെ. അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് അറിയുന്ന തന്നെ കുറേ പേരുണ്ട് +1 +2 ഒന്നും പഠിക്കാതെയും, പക്ഷെ അവർ എന്ത് ചെയ്തു, +1 +2 NCERT നല്ലപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് വരെ നീറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്, നല്ല റാങ്ക് കിട്ടിയ ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ അവരിട്ട എഫേർട്ട് വേറെ ലെവൽ എഫേർട്ടായിരിക്കും, നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ +1 പഠിച്ചില്ല എന്നുള്ള കാര്യം അത് ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞ് അതൊരു വലിയ കാര്യമാക്കി എടുക്കാതെ, നമുക്ക് പറ്റിയൊരു അബദ്ധമാണ്, നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ +2 എങ്കിലും പഠിക്കുന്നതാണ്. ഓക്കെ, +2 നീറ്റിന് പഠിക്കുക. അതിന് സമയം കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, +1-നൊക്കെ എക്സ്ട്രാ ഉള്ള നീറ്റ് ക്ലാസ്സുകൾ കാണുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക. കാരണം നിങ്ങൾ NCERT എന്തായാലും നല്ലപോലെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, നീറ്റിനല്ലേ പഠിക്കാത്തേ ഉള്ളൂ. അപ്പോൾ +1-ൻ്റെ NCERT നിങ്ങൾക്ക് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യാൻ പറ്റും, കാരണം NCERT ബേസ്ഡ് അല്ലേ നമ്മുടെ ടെസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുക, കുറേ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. +1-ൻ്റെ പോർഷൻസ് വെച്ചിട്ട് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ബുക്സ് ഇപ്പോൾ എക്സാമിനറിലാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും, നമ്മളുടെ എക്സാമിനറിൻ്റെ തന്നെ എൻട്രൻസ് വിന്നർ എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയറിൻ്റെ ഒരു ബുക്ക്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഈ 7590092021 മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ കിട്ടും എന്നുള്ളതും പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. +2 ഇതിൻ്റെ കൂടെ തന്നെ പോകാം, ക്ലാസ്സുകൾ കണ്ടിട്ടും ലൈവ് അറ്റൻഡ് ചെയ്ത് ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാം. +1-ൽ നിങ്ങൾക്ക് NCERT അറിയാമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് നമ്മൾ ആ ഒരു കുറച്ച് സമയം കിട്ടുമല്ലോ, ക്രാഷ് കോഴ്സിൻ്റെ ഒക്കെ സമയത്ത് കുറച്ചുകൂടി ഇൻറ്റൻസീവായിട്ട് +1 പഠിക്കാം, +2 റിവൈസ് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് വളരെ നല്ലൊരു ചാൻസ് ഉണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ +2 നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. +2 നീറ്റെങ്കിലും നല്ല റെഗുലറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. വേറെ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. സെൽഫ് സ്റ്റഡി ഈ ഒരു സിറ്റുവേഷനിൽ മിസ് പ്രൊമോട്ട് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും പഠിക്കുന്നതാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ +2 വേദ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. +2-ൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും, പ്ലസ് നീറ്റ് കോച്ചിങ്ങും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ +2 എങ്കിലും സേഫ് ആവും, ഉറപ്പായിട്ടും സേഫ് ആവും. കാരണം ഇവിടെ നമ്മൾ കംപ്ലീറ്റ് NCERT പഠിക്കും, അത് കഴിഞ്ഞ് നമ്മളെ നീറ്റിൻ്റെ എക്സ്ട്രാ ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ഉണ്ടാകും.
അപ്പം നിങ്ങൾക്ക് ഇത് പഠിക്കാത്തൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇവിടെ തോന്നില്ല. കാരണം നമ്മൾ +2ൻ്റെ പുതിയ ചാപ്റ്റേഴ്സ് മുതൽ തുടങ്ങുകയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ പഠിക്കാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, കുറേ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ആൻഡ് മന്ത്ലി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നും പഠിക്കാതിരുന്നതിനേക്കാൾ നല്ലത് പഠിക്കുന്നതാണ്, +2 എങ്കിലും പഠിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് വേദ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് നമ്മളുടെ ബാച്ച് ഓൾറെഡി നമ്മളുടെ +2ൻ്റെ കഴിഞ്ഞ വർഷത്തെ ഉയരെ ക്ലാസ്സുകൾ വെച്ചിട്ടുള്ളൊരു ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് April 10th. ആൻഡ് May 2nd വീക്കൊക്കെ ആയിക്കൊണ്ട് നമ്മളുടെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് വൈകാതെ തന്നെ നമ്മളുടെ പുതിയ ബാച്ച്, അതായത് പുതിയ ക്ലാസ്സുകൾ, ഈ വർഷം എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ആയിട്ട് വേറൊരു ബാച്ചും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നേരത്തെ മുതലേ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ May 2nd വീക്കൊക്കെ ആയിട്ട് തുടങ്ങുന്ന നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പം താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ എൻ്റെ മക്കൾ മെസ്സേജ് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പം ഇനിയും പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കിട്ടും. +2 കൂടെ തന്നെ പഠിക്കുക, +1 പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെയാണെങ്കിൽ വേദ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവാതെ ഇനിയുള്ളത് നമുക്ക് എങ്ങനെ ബെസ്റ്റ് ആക്കാമെന്ന് ചിന്തിക്കുക, മുന്നോട്ട് പോകാം. ഓക്കെ.